സങ്കീർത്തനം 103:3 നിങ്ങളിങ്ങനെ വായിച്ചിട്ടില്ലേ? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ സൗഖ്യമുള്ളവനായിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കൂട്ടും പാപികളായതുകൊണ്ടോ എന്തൊക്കെയോലും വലിയ പാപത്തിന്റെ ഫലമായിട്ടോ അല്ല നമുക്ക് രോഗങ്ങൾ വന്നിരിക്കുന്നത്. പാപം മൂലം വരുന്ന ചില രോഗങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കാതെ ഒരുപാട് പാപങ്ങൾ ചെയ്താൽ, ശരീരത്തിന് കേടായ ലഹരികൾ ഉപയോഗിച്ചാൽ അത് തീർച്ചയായിട്ടും രോഗത്തിന് കാരണമാവും. പാപം മൂലം വരുന്ന രോഗങ്ങളുണ്ട്. പക്ഷേ ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, എല്ലാ രോഗങ്ങളും പാപങ്ങൾ കാരണം വരുന്നതല്ല. ഈശോ സൗഖ്യപ്പെടുത്തുമ്പോൾ, ഈശോയുടെ സൗഖ്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ, എൻ്റെ ശരീരത്തിന്റെ സൗഖ്യം മാത്രമല്ല, പാപത്തിൽ നിന്നുള്ള മോചനം, ആത്മാവിനുള്ള ഒരു സൗഖ്യം കൂടിയാണ് ഈശോ തരുന്നത് എന്നുള്ള ഒരു വലിയ പ്രത്യാശ. ഇപ്പൊ നമ്മൾ ആശുപത്രിയിൽ പോകുന്നു, നമ്മൾ മരുന്നുകൾ കഴിക്കുന്നു. ഞാൻ ഈ അടുത്തിടയ്ക്ക് എന്തോ ഒരു കാര്യത്തിന് ആശുപത്രിയിൽ പോയായിരുന്നു, എന്തിനാന്ന് മറന്നുപോയി, സൗഖ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, പക്ഷെ മരുന്ന് കഴിച്ച് നമ്മുടെ ശരീരത്തിന്റെ സൗഖ്യം മാത്രമല്ല, എന്തായാലും ഈശോ നമ്മൾ പ്രാർത്ഥിക്കാം. ഈ മരുന്നിലൂടെ, ഈ ആശുപത്രിയിലൂടെ ഈശോ നമുക്കൊരു സൗഖ്യം തരുന്നുണ്ട്. അങ്ങനെ നമുക്ക് വചനവും പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തെ മാത്രമല്ല സൗഖ്യം കിട്ടുക, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് കൂടെ സൗഖ്യം കിട്ടി നമ്മളൊരു പ്യുവർ നല്ല മിടുക്കം മനുഷ്യരായിട്ട് നമ്മൾ മാറുകയാണ്. ഞാൻ നിന്നെ സൗഖ്യപ്പെടുന്ന കർത്താവാണ്. ശരീരത്തെ മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിനെ, മനസ്സിനെ എല്ലാം സൗഖ്യപ്പെടുത്തുകയാണ്. പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഈശോയോട് അനുദപിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരമൊക്കെ നടത്തി ഈശോ എനിക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേനും ഈശോ നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം മാത്രമല്ല, ആത്മാവിന് ശക്തി കൂടി നൽകുകയാണ്. കർത്താവേ കർത്താവേ കരയിപ്പിക്കല്ലേ മനമൊരു